ഇന്നത്തെ പോലെ വലിയ മെഷീനുകളോ ക്രെയിനുകളോ ഒന്നുമില്ലാത്ത കാലം. പക്ഷേ ലക്ഷക്കണക്കിന് ഭീമൻ കല്ലുകൾ ഉപയോഗിച്ച് അവർ ആകാശത്തെ തൊടുന്ന പോലെ ഒരു നിർമ്മാണമുണ്ടാക്കി. വെൽക്കം ടു 30 ഡേയ്സ് ഓഫ് 30 മിസ്റ്ററീസ് ഡേ 3. ഈജിപ്തിലെ പിരമിഡുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെങ്കിലും ഇന്നും ലോകത്തെ ഏറ്റവും വലിയ മിസ്റ്ററികളിൽ ഒന്നായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഗിസയിലെ മഹാപിരമിഡ്. അതിൻ്റെ നിർമ്മാണ രഹസ്യങ്ങൾ ഇന്നും ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ പോലെ വലിയ മെഷീനുകളോ ക്രെയിനുകളോ ഒന്നുമില്ലാത്ത കാലം. പക്ഷേ ലക്ഷക്കണക്കിന് ഭീമൻ കല്ലുകൾ ഉപയോഗിച്ച് അവർ ആകാശത്തെ തൊടുന്ന പോലെ ഒരു നിർമ്മാണമുണ്ടാക്കി. ചില കല്ലുകൾക്ക് 20 മുതൽ 50 ടൺ വരെ ഭാരമുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതെങ്ങനെ ഉയരത്തിലെത്തിച്ചു എന്നതിന് ഇന്നും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിലും അത്ഭുതകരമായൊരു കാര്യമുണ്ട്. പുറത്തുള്ള ചൂട് ചില സമയങ്ങളിൽ 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. എന്നാൽ പിരമിഡിന്റെ ഉള്ളിൽ സാധാരണയായി ഏകദേശം 20 ഡിഗ്രിയോടടുത്ത തണുപ്പുള്ള അന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നതെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. കട്ടിയുള്ള കല്ലുകളും അതിൻ്റെ പ്രത്യേക രൂപകൽപ്പനയും കാരണം ചൂട് അകത്തേക്ക് എളുപ്പത്തിൽ കടക്കാത്തതാണ് ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ പ്രകൃതിദത്ത എയർ കണ്ടീഷൻ പോലൊരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നു. മറ്റൊരു വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ പിരമിഡുകൾ ഭൂമിയുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ദിശകളോട് അത്യന്തം കൃത്യമായി ഒത്തുപോകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഉപകരണങ്ങളില്ലാത്ത കാലത്ത് അത് എങ്ങനെ സാധിച്ചു എന്നത് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. പിരമിഡിന്റെ ഉള്ളിൽ കിങ്സ് ചേംബർ, ക്വീൻസ് ചേംബർ എന്നിങ്ങനെ രഹസ്യമുറികളും നീണ്ട വഴികളുമുണ്ട്. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതുവരെ കണ്ടെത്താത്ത രഹസ്യമുറികൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കാമെന്നാണ്. പുതിയ സ്കാനിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ച് ഇന്നും പഠനങ്ങൾ തുടരുകയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തകർന്നു പോകാതെ നിലകൊള്ളുന്ന ഈ മഹാനിർമ്മിതികൾ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. അതുപോലെ ഇന്നും ലോകം അറിയാത്ത എന്തെങ്കിലും രഹസ്യം അതിൻ്റെ പിന്നിലുണ്ടാകാം. പിരമിഡുകളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് അറിയുന്നത്? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും മറക്കരുതേ.